ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയ SCERT ക്ലാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഇനിയും SCERT പഠിച്ച് തുടങ്ങാത്തവർക്കായിട്ട് ഇപ്പോൾ PSC പഠിക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ SCERT ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങാത്തവർക്കായിട്ട് നമ്മൾ ബേസ് ആയിട്ട് 5ാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഏകദേശം എടുത്തിട്ടുണ്ട്. ഇനിയും എടുക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും പഠിക്കാത്തവർക്കായിട്ട് പുതിയ സീരീസാണ്. അതുപോലെ തന്നെ ഈ 5ാം ക്ലാസ്സിലെ പുതിയ കൂട്ടുകാർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ PSC പഠിക്കുന്നവർക്കായിട്ട് നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകൾ ഉൾപ്പെടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ട് PYQ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്തെന്ന് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഓരോ മോഡൽ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ട് അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ 5ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പാർട്ടിൽ 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ഒറ്റയെല്ലൊരു ജീവിയും, രണ്ടാമത്തേത് വ്യാധികൾ പടരാതിരിക്കാൻ, മൂന്നാമത്തെ ചാപ്റ്റർ ജലം നിത്യജീവിതത്തിൽ, നാലാമത്തെ ചാപ്റ്റർ ജീവനുള്ള വിത്തുകൾ. ഇതിൽ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ് ഒറ്റയെല്ലൊരു ജീവിയും. നമുക്കറിയാം ആഹാര ശൃംഖലകളൊക്കെ അറിയാം അല്ലേ. അതിൽ നിന്നൊക്കെ PSC പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കുറേ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ, അത്രയും ബേസിക് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിലെ പക്ഷി ഏതാണ്? ഇവിടെ നമുക്കൊരു പക്ഷിയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു മീൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ പക്ഷി എന്തായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കാം, അതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേതാണ്? പൊന്മാനാണ് അല്ലേ. പൊന്മാനാണ്. മീൻ പിടിക്കുന്നതിനായിട്ടായിരിക്കാം ഈ ഒരു ജല സൗകര്യമുള്ളൊരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ എന്താ, നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. പൊന്മാൻ താമസിക്കുന്നത് നദീതീരത്ത് അല്ലെങ്കിൽ കുളക്കരയിലൊക്കെ ആയിരിക്കാം. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പൊന്മാൻ അവിടെ താമസിക്കാനായിട്ട് കാരണം എന്താണ്? കുളക്കരയിൽ അല്ലെങ്കിൽ നദീതീരത്തൊക്കെ താമസിക്കാനുള്ള കാരണം എന്താണ്? അവർക്ക് മീൻ പിടിക്കുന്നതിനായിട്ടാണ് അല്ലേ. ഓക്കെ, പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ്? ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ്? ഇതൊക്കെ അറിയാം. ആട് എന്തൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്? പ്ലാവില കഴിക്കുന്നത് കാണാം, പഴത്തൊലി കഴിക്കുന്നത് കാണാം അല്ലേ. ഇനി സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട് കണ്ടെത്തിയതോ? സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്നത് ഏതൊക്കെയാണ്? മാൻ, മുയൽ അല്ലേ. മാൻ, മുയൽ, അതുപോലെ തന്നെ പുൽച്ചാടി, പശു, ആട്, ആന, ഇവയൊക്കെ എന്താണ്? സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റ് ജീവികളാണ് അല്ലേ. മാൻ, പുൽച്ചാടി, മുയൽ, പശു, ആട്, ആന എന്നിവയൊക്കെ. നെക്സ്റ്റ്, വാസസ്ഥലവും ആഹാരവും. നാം നോക്കി ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ചിത്രത്തിലുള്ള ജീവികൾ ഏതൊക്കെയാണ്? ഏതിനൊക്കെ കാണുന്നുണ്ട്? തവള കാണുന്നുണ്ട് അല്ലേ. തവള, പാമ്പ്, അതുപോലെ തന്നെ പുഴു അല്ലേ. പുഴുവിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഞണ്ടുണ്ട് അല്ലേ. കാക്കുണ്ട്, പിന്നെ കുക്കുണ്ട്, ആമുണ്ട്, പുൽച്ചാടിയുണ്ട് അല്ലേ, ഒച്ചുണ്ട്, അതുപോലെ തന്നെ തുമ്പിയുണ്ട്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. പുഴുവിനെ കണ്ടില്ലേ ഇവിടെ. ഓക്കെ, അപ്പോൾ ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമെന്ന് നമുക്ക് മനസ്സിലായി. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ഇതിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്നത് ഏതായിരിക്കും? ചെറുമീനുകൾ ഉണ്ടായിരിക്കും സസ്യങ്ങളെ ആഹാരമാക്കുന്നത്. അതുപോലെ തന്നെ പുൽച്ചാടി അല്ലേ. പുൽച്ചാടി, അതുപോലെ തന്നെ പുഴു, പിന്നെ ഒച്ച് എന്നിവയൊക്കെ എന്താണ്? ചെറിയ സസ്യങ്ങൾ അല്ലേ. അതായത് സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളാണ്. നെക്സ്റ്റ്, ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികൾ എവിടെയുണ്ട്? നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ചെറുമീനുകളെ ആഹാരമാക്കുന്നത്? തവള ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ കൊക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ വലിയ പക്ഷികൾ ഉണ്ടായിരിക്കാം. വലിയ മീനുകളും ചെറിയ മീനുകളെ ആഹാരമാക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഞണ്ട് അല്ലേ. ഞണ്ട്, പാമ്പ് അല്ലേ, നീർക്കോലി, ഇവയൊക്കെ എന്താണ്? ഈ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നതാണ്. ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? അപ്പോൾ അത് നോക്കുന്നതിനായിട്ട് ഇവിടെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. ചെറിയ മീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. വലിയ മീനുകളോ ചെറുമീനുകളെ ആഹാരമാക്കുന്നു. കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കും.
ഇവിടെ നമുക്ക് സസ്യം തന്നിട്ടുണ്ട്. അപ്പോൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നത് ചെറുമീനാന്ന് പറഞ്ഞു അല്ലേ, ഒരാൾ നമ്മൾ പറഞ്ഞു ചെറുമീനാണ്. അതുപോലെ തന്നെ സസ്യത്തെ ആഹാരമാക്കുന്നതാണ് പുൽച്ചാടി അല്ലേ, പുൽച്ചാടി ഇല്ലേ, പുൽച്ചാടി സസ്യത്തെ ആഹാരമാക്കുന്നുണ്ട് അല്ലേ. പുല്ല് പുൽച്ചാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഹാര ശൃംഖല കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ സസ്യത്തെ പുൽച്ചാടി ആഹാരമാക്കുന്നുണ്ട്. പിന്നെ സസ്യത്തെ പുഴു ആഹാരമാക്കുന്നുണ്ട് അല്ലേ. ഇനി പുഴുവിനെ ആരാണ് കഴിക്കുന്നത്, പുഴുവിനെ ഭക്ഷിക്കുന്ന ആരാണ്, കാക്കയാണ് അല്ലേ. കാക്ക പുഴുവിനെ ഭക്ഷിക്കുന്നുണ്ട്. ഇനി ചെറുമീനെ ആഹാരമാക്കുന്നത് വലിയ മീൻ തന്നിട്ടുണ്ട്, തവളയും തന്നിട്ടുണ്ട്. ചെറിയ മീനെ ഭക്ഷിക്കുന്നത് വലിയ മീനുണ്ട്, അതുപോലെ തന്നെ തവളയുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ വലിയ മീനും തവളയും ആഹാരമാക്കുന്നത് കൊക്കാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ആഹാര ശൃംഖല എന്ന് പറയുന്നത്. അതായത് നമുക്ക് സസ്യത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയില്ലേ, സസ്യത്തിൽ നിന്ന് തുടങ്ങി സസ്യത്തിനെ ആഹാരമാക്കുന്നത് ചെറുമീൻ, പുൽച്ചാടി, പുഴുണ്ട്. പിന്നെ ഇവയിൽ ഓരോരുത്തരെയും ഭക്ഷണമാക്കുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ചെറുമീൻ ആഹാരമാക്കുന്നത് വലിയ മീനാണ്, അതുപോലെ തന്നെ തവള ആഹാരമാക്കുന്നുണ്ട്. വലിയ മീനും തവളയാണെന്നുണ്ടെങ്കിൽ കൊക്ക് ആഹാരമാക്കുന്നുണ്ട് അല്ലേ. ഇനി കണ്ണി ചേർന്ന മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ അല്ലേ. മാനാണെങ്കിലും മുയലാണെങ്കിലും പുൽച്ചാടിയാണെന്നുണ്ടെങ്കിലും സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണ്. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ആഹാരബന്ധം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സസ്യത്തെ ആഹാരമാക്കുന്നത് മാന്, മുയൽ, പുൽച്ചാടിയൊക്കെ എന്താണ്, സസ്യത്തെ ആഹാരമാക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേറൊരു ആഹാര ശൃംഖലയാണ് അല്ലേ. അപ്പോൾ സസ്യത്തെ മാൻ ആഹാരമാക്കുന്നുണ്ട്. അപ്പോൾ മാനെ കഴിക്കുന്ന ആരായിരിക്കും, മാനെ കഴിക്കുന്ന ആരാണ്, സിംഹം കഴിക്കും അല്ലേ. സിംഹം ഭക്ഷിക്കുന്നത് മാനെ ഭക്ഷിക്കും, സിംഹം. ഓക്കെ. ഇനി മുയലാണെങ്കിലോ, മുയൽ സസ്യത്തെ കഴിക്കുന്നുണ്ട് അല്ലേ. സസ്യം കഴിക്കുന്നത് മുയലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ മുയലിനെ കടുവ അല്ലേ, കടുവ മുയലിനെ ഭക്ഷിക്കുന്നുണ്ട്. ഇനി പുൽച്ചാടിയാണെങ്കിലോ, പുൽച്ചാടി സസ്യത്തെ കഴിക്കുന്ന പുൽച്ചാടിയാണ്. അപ്പോൾ പുൽച്ചാടിയെ കഴിക്കുന്ന ആരായിരിക്കും, തവളയായിരിക്കും. ഇങ്ങനെ നമുക്ക് കുറേ ഇതുപോലെ ബന്ധങ്ങൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെ പൂർത്തിയാക്കിയ ആഹാരബന്ധം ക്ലാസ്സിൽ അവതരിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലായി, ആഹാരത്തിനായിട്ട് ജീവികൾ മറ്റ് ജീവികളെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ, പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവ തമ്മിലുള്ള ഈ പരസ്പര ബന്ധത്തെയാണ് എന്ന് പറയുന്നത് ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് ഒരു ആഹാര ശൃംഖലാജാലം അല്ലേ. ഇവിടെ നോക്കിയൊക്കെ പുല്ലിനെ കഴിക്കുന്ന ആരാണ്, മാൻ കഴിക്കുന്നു പറഞ്ഞു അല്ലേ. മാൻ നോക്കി കടുവ ആഹാരമാക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ പുല്ലിനെ പശു കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാം എന്താണ്, പരസ്പരം ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലായി. നോക്കി, പുല്ലാണെന്നുണ്ടെങ്കിൽ പുൽച്ചാടിനാണെന്നുണ്ടെങ്കിൽ ഒരു കിളി ഭക്ഷിക്കുന്നുണ്ട്. കിളീനെ ആണെന്നുണ്ടെങ്കിൽ നോക്കി ഇങ്ങനെ ഓരോരുത്തരെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെ വലിയ എന്താണ് ആഹാര ശൃംഖലയായിട്ട് പോവുകയാണിത് ചെയ്യുന്നത്. നെക്സ്റ്റ് ശൃംഖലകൾ കടലിലും. അപ്പം നമ്മൾ കരയിൽ പഠിച്ചു, ഇനി കടലിലും ഇതുപോലെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടു. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാരബന്ധങ്ങളുണ്ട്. സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങളൊക്കെ എന്താണ്, കടലിനുള്ളിലുള്ള ജീവികളാണെന്ന് പറയാം അല്ലേ. കടലിലെ ചില ജീവികൾ നമുക്ക് തന്നിട്ടുണ്ട്. സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമൊക്കെ എന്താണ്, കടലിലെ ചില ജീവികളാണ്. ഇവിടെ നമുക്ക് നോക്കി സ്രാവ് തന്നിട്ടുണ്ട്. ഈ സ്രാവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, കണവ, മീനുകൾ, കടലാമ എന്നിവയൊക്കെ സ്രാവ് കഴിക്കുന്നവയാണ്. മത്തിയാണെങ്കിലോ ചെറുമീനുകളും പ്ലവകങ്ങളെയും മത്തി ഭക്ഷിക്കുന്നുണ്ട്. ഇനി കടലാമയാണെങ്കിലോ സസ്യഭാഗങ്ങളും മീനുകളും കഴിക്കുന്നുണ്ട്. ചെറുമീനുകളാണെങ്കിലോ പ്ലവകങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ സ്രാവാണെന്നുണ്ടെങ്കിൽ കണവ, മീനുകൾ, കടലാമ കഴിക്കുന്ന, മത്തിയാണെങ്കിൽ ചെറുമീനുകൾ, പ്ലവകങ്ങൾ, കടലാമ സസ്യഭാഗങ്ങൾ, മീനുകൾ, ചെറുമീനുകളാണെങ്കിൽ പ്ലവകങ്ങളും ഭക്ഷിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആരാണ് ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഇതിലൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. സ്രാവ്, കണവ, മീനുകളൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ പ്ലവകങ്ങൾ എന്ന് പറയുന്നൊരു വാക്കുണ്ട് അല്ലേ. എന്താണ് പ്ലവകങ്ങൾ എന്ന് വെച്ചാൽ, അപ്പോൾ പ്ലവകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. അപ്പോൾ പ്ലവകങ്ങൾ എന്ന് വെച്ചാൽ ആരാണ്, എന്താണ്, ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളുണ്ടല്ലോ, ജലാശയങ്ങളിൽ കണ്ട ഒഴുകി നടക്കുന്ന ചെറിയ സസ്യങ്ങളെയാണ് എന്ന് പറയുന്നത് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലവകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, സസ്യങ്ങളാണ് അല്ലേ. ഇനി സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണിവ. നമുക്കറിയാം, ഉൽപ്പാദകർ എന്ന് പറയുമ്പോൾ കൂടുതലും ആരത്തിനെ പറയുന്ന സസ്യങ്ങളെയാണ് പറയുക അല്ലേ. അപ്പോൾ സമുദ്രത്തിലെ ഉൽപ്പാദകർ എന്ന് പറയുന്ന ആരായിരിക്കും, പ്ലവകങ്ങളായിരിക്കും. പ്ലവകം എന്ന് വെച്ചാൽ എന്താണ്, ഒരു സസ്യമാണ് അല്ലേ. ജലാശയങ്ങളിലൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന സസ്യമാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്.
എത്രയെത്ര ആഹാരബന്ധങ്ങൾ. ഇപ്പോൾ ആഹാര ശൃംഖലാജാലം അറിയുന്നതൊക്കെ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ അറിയാം? ഇപ്പോൾ നമ്മൾ പറഞ്ഞു പുല്ലാണെന്നുണ്ടെങ്കിൽ മാന്, സിംഹം നമ്മൾ കണ്ട ഒരു എക്സാമ്പിളാണ് അല്ലേ. ഇനി പുല്ല് ആട് കഴിക്കും അല്ലേ. ആടിനെ ആര് കഴിക്കും? കടുവ കഴിക്കില്ലേ? ആടിനെ കടുവ കഴിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഒരു ആഹാര ശൃംഖലാജാലമാണ് അല്ലേ, ഒരു ആഹാര ബന്ധമാണ് അല്ലേ. ഇനി നമുക്ക് പറയാം പുൽച്ചാടി അല്ലേ. പുൽച്ചാടി കഴിക്കും അല്ലേ. പുൽച്ചാടിനെ ആര് കഴിക്കും? കോഴി കഴിക്കില്ലേ. പുൽച്ചാടിനെ കോഴി കഴിക്കും. അപ്പോൾ കോഴീനെ ആര് കഴിക്കും? മനുഷ്യൻ കഴിക്കും അല്ലേ. കോഴീനെ മനുഷ്യനും കഴിക്കില്ലേ. അപ്പോൾ കോഴി മനുഷ്യനെന്ന് പറയുന്നത് എന്താണ്? ഒരു ആഹാരബന്ധമാണ് അല്ലേ. അതുപോലെ തന്നെ ഈ പുൽച്ചാടി പകരം നമുക്ക് എന്ത് ചെയ്താൽ പുഴു എന്നും കൂടെ എഴുതാം അല്ലേ. അപ്പോൾ സെയിം തന്നെയല്ലേ വരാൻ നോക്കി. പുല്ല്, പുഴു, അതുപോലെ തന്നെ കോഴി, മനുഷ്യൻ അല്ലേ. അങ്ങനെയും നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്താം? പുല്ല്, പുഴു, കോഴി, പാമ്പ് നേരിക്കൂടെ. കോഴി, പാമ്പ് എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പം പാമ്പിനെ നമുക്ക് എന്ത് ചെയ്യാം? പാമ്പിനെ കഴിക്കുന്നത് കഴുകനെന്ന് എഴുതാം അല്ലേ. കഴുകനെന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ആഹാരബന്ധം എഴുതാനായിട്ട് പറ്റും. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് നിലനിൽപ്പിനായി. ഇവിടെ നോക്കി ചിത്രം നോക്കിയൊക്കെ കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? മത്സ്യത്തിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. മത്സ്യത്തിന് എന്തൊക്കെ വേണം? സൂര്യപ്രകാശം വേണം, അതുപോലെ തന്നെ ജലസസ്യങ്ങൾ വേണം അല്ലേ. സൂര്യപ്രകാശം, ജലസസ്യങ്ങൾ, പിന്നെ എന്തൊക്കെ വേണം? ജലം വേണം അല്ലേ. അതുപോലെ തന്നെ ഓക്സിജൻ വേണം അല്ലേ. ഓക്സിജൻ വേണം. പിന്നെന്താണ്? വിരകൾ വേണം അല്ലേ. വിരകൾ വേണം. പിന്നെന്താണ്? അനുയോജ്യമായ താപനില അല്ലേ. അനുയോജ്യമായ താപനില വേണം. അതുപോലെ തന്നെ വിരകൾ അല്ലേ. ഇവർക്ക് കഴിക്കുന്നതിനായിട്ട് ചെറിയ വിരകളൊക്കെ വേണം അല്ലേ. അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കൾ ഓക്കെ. സൂക്ഷ്മാണുക്കളൊക്കെ എന്താണ്? മത്സ്യത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? സൂര്യപ്രകാശം, ജലസസ്യങ്ങൾ, ജലം, ഓക്സിജൻ, താപനില, വിരകൾ, സൂക്ഷ്മാണുക്കൾ എന്നിവയൊക്കെ എന്താണ്? മത്സ്യത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ്. ഇനി കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ല. കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ. ഇപ്പോൾ നോക്കിയോക്കെ ജീവനുള്ളവ. കുളത്തിൽ നോക്കി ജീവനുള്ളവ ഏതൊക്കെയാണ് നമുക്കറിയാം. കുളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ അറിയാം? ജലസസ്യങ്ങൾ അല്ലേ. ജലസസ്യങ്ങളുണ്ടെന്ന് നമുക്ക് പറയാം അല്ലേ. ജീവനുള്ളവയിൽ നമുക്ക് സസ്യങ്ങൾ എഴുതാം. അതുപോലെ തന്നെ ചെറുമീനുകൾ എഴുതിക്കൂടെ. ചെറിയ മീനുകൾ അല്ലേ. ചെറുമീനുകൾ ഉണ്ടായിരിക്കും അല്ലേ. കുളത്തിൽ ചെറുമീനുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞണ്ടുണ്ടാവാം അല്ലേ. ഞണ്ടുണ്ടാവും. പിന്നെന്താണ്? തവള ഉണ്ടാവും, പാമ്പ് ഉണ്ടാവും അല്ലേ. തവള, പാമ്പ്, അല്ലെങ്കിൽ നീർക്കോലി, അതുപോലെ തന്നെ ആമ, കൊക്ക്, പായലുണ്ടായിരിക്കും അല്ലേ. പായലൊക്കെ ഉണ്ടായിരിക്കും. ഇനി ജീവനില്ലാത്തവ ഏതൊക്കെയാണ്? വായു അല്ലേ. വായു, പിന്നെ മണ്ണ്, ജലം, കല്ല്, ഇവയൊക്കെ എന്താണ്? ജീവനില്ലാത്തവയാണ്. നമുക്കറിയാവുന്ന കാര്യം അല്ലേ. നെക്സ്റ്റ് ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ അല്ലേ. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളൊരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. അപ്പോൾ വയലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിരവധി ജീവികളുടെ ആവാസ സ്ഥലമാണെന്ന് പറയാം. ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതുപോലെ തന്നെ എന്തൊക്കെ പറയാം? വയൽ പറഞ്ഞ പോലെ തന്നെ കുളം പറയാം അല്ലേ. കുളം പറയാം. കാവുകൾ, തോട്, പുഴ, അതുപോലെ കായൽ, പുൽമേട്, മരുഭൂമികൾ, കണ്ടൽക്കാട്, സമുദ്രങ്ങളൊക്കെ എന്താണ്? ഇതുപോലെ തന്നെ പല ജീവികളുടെയും ആവാസ സ്ഥലങ്ങളാണ്. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കും. ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം? ഏതൊക്കെ ജീവികളുണ്ട് ഇവിടെ നോക്കിയേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കും. നോക്കിയൊക്കെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്.
ധ്രുവപ്രദേശം, സമുദ്രങ്ങൾ, മരുഭൂമികൾ, കണ്ടൽക്കാട് ഒക്കെ എന്താണ് ആവാസങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി ആഹാരക്കാട്, 2 ജീവികളുടെ ആഹാരക്കാട് തന്നിട്ടുണ്ട്. ഇപ്പം നോക്കിയൊക്കെ കാക്കയാണ് തന്നിരിക്കുന്നത് അല്ലേ. കാക്ക ചെറുജീവികളെ കഴിക്കും, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അല്ലേ. ഇനി ആട് തന്നിട്ടുണ്ട്. ആടാണെന്നുണ്ടെങ്കിൽ പുല്ല്, ഇലകൾ, ധാന്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. നെക്സ്റ്റ് കൂടിയാലും കുറഞ്ഞാലും ആഹാര ശൃംഖലാജാലം പരിശോധിക്കും. ഇവിടെ നമുക്ക് പുല്ല് തന്നിട്ടുണ്ട്. പുല്ലിനെ പുൽച്ചാടി കഴിക്കുന്നു പറഞ്ഞു. പുൽച്ചാടിനെ കോഴി അല്ലേ, കോഴിന് കുറുക്കൻ ആരാണ്, കടുവ തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇവിടെ നമുക്ക് പുല്ല് തന്നിട്ടുണ്ട്, കാട്ടുപോത്ത് തന്നിട്ടുണ്ട് അല്ലേ. കാട്ടുപോത്തിനെ കടുവ തന്നിട്ടുണ്ട്. അതുപോലെ പുല്ലിൽ കഴിക്കുന്ന മാൻ തന്നിട്ടുണ്ട്, മാനാണെങ്കിൽ കടുവ കഴിക്കുന്നു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരസ്പരം ഇത് ബന്ധമുണ്ടെന്ന് മനസ്സിലായി അല്ലേ. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ, ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകളില്ലാതായാൽ എന്ത് സംഭവിക്കും, ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കടുവ ഇല്ലയെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ നോക്കി കുറുക്കൻ്റെ എണ്ണം കൂടും അല്ലേ. കുറുക്കൻ്റെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, കുറുക്കൻ്റെ എണ്ണം കൂടി അല്ലേ. കാരണം കുറുക്കനെ കഴിക്കാനായിട്ട് ആരും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ കടുവില്ലാതായാൽ അവിടെ കുറുക്കൻ്റെ എണ്ണം കൂടുമെന്ന് പറയാം അല്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുണ്ട് അല്ലേ. അപ്പോൾ മാനുകളുടെ എണ്ണം കൂടുമല്ലേ, അതാണ് അവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. ഭക്ഷ്യശൃംഖലയിലെ മാനുകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും. അപ്പോൾ നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെട്ട ജീവിയാണ് കടുവ അല്ലേ, കടുവ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ കടുവകളില്ലാതായാൽ കടുവയുടെ ഭക്ഷണമാണ് ഈ മാനും കുറുക്കനും കാട്ടുപോത്തൊക്കെ അല്ലേ, ഇവയുടെ എണ്ണം വർദ്ധിക്കുന്നു പറഞ്ഞു. ഇനി ഭക്ഷ്യശൃംഖലയിൽ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ കടുവ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഉയർന്ന കണ്ണിയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഓരോ കണ്ണിയിലെയും ജീവി ഇപ്പം എല്ലാ ഇപ്പോൾ ഒരു ആവാസ നോക്കുകയാണെങ്കിൽ സസ്യാഹാരികളുണ്ടായിരിക്കും, മാംസാഹാരികളുണ്ടായിരിക്കും അല്ലേ. ഇവരെ ആരോഗ്യമായിട്ട് നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിൽ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക്, ഇപ്പോൾ ഇവിടെ ചെറിയ കണ്ണിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പുൽച്ചാടിയാണ് നശിക്കുന്നതെന്നുണ്ടെങ്കിൽ പുൽച്ചാടിക്ക് പകരം വേറെ പല ചെറിയ ജീവികളും ഉണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ വലിയ ഉയർന്ന ഇതുപോലെ തന്നെ ഈ കടുവയെ പോലുള്ള ഉയർന്ന കണ്ണിയിലുള്ള ജീവികൾ ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ധർമ്മം നിർവഹിക്കുന്ന മറ്റൊരു ജീവികൾ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതിനാൽ തന്നെ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ കടുവയെ സംരക്ഷിക്കുന്ന വഴി ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അധിനിവേശക്കാർ. ആരാണ് അധിനിവേശക്കാർ? ഇവിടെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. ഇതാണ് ആഫ്രിക്കൻ മുഷി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ഈ ആഫ്രിക്കൻ മുഷി. പക്ഷേ ഈ ആഫ്രിക്കൻ മുഷിയുടെ ഒരു നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവ പെട്ടെന്ന് വളർന്നു പെരുകും. എന്നിട്ട് നമ്മുടെ കുളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ മീനുകളുണ്ടെങ്കിൽ ഇവയെ ആഹാരമാക്കും. അപ്പോൾ നാടൻ മത്സ്യങ്ങളെയാണ് നന്നായിട്ട് കഴിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും? ഈ ചെറിയ മീനുകളൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നതാണ്. നമ്മൾ പറഞ്ഞു ഈ ആഫ്രിക്കൻ മുഷി ഇരയാക്കുന്ന ജലജീവികൾ നമ്മുടെ ജലാശയങ്ങളിലില്ല. ഈ മുഷിയെ കഴിക്കുന്ന ആരും അവിടെ വരുന്നില്ല. അതിനാൽ തന്നെ എന്താണ്, ഈ മുഷിയുടെ എണ്ണം കൂടി വരും. അപ്പോൾ ഇത് ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമായിട്ട് ബാധിക്കും. നെക്സ്റ്റ് നോക്കിയോക്കെ, ഇവിടെ നമുക്ക് പിള്ളേർക്കുള്ളൊരു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആഹാരബന്ധം, ആഹാര ശൃംഖലാജാലം നോക്കൂ. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നോക്കി, പുൽച്ചാടി, തവള, പാമ്പ്. അതുപോലെ പുല്ല്, അതുപോലെ തന്നെ അണ്ണാൻ, പൂച്ച, പിന്നെന്താണ് തന്നിരിക്കുന്നത്, കഴുകനും തന്നിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ പല ആഹാരബന്ധങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ആഹാരബന്ധങ്ങളാണ് കാണാനായിട്ട് പറ്റുന്നതെന്ന് എഴുതാനായിട്ട് പറ്റുമോ?
ഒന്ന് പറഞ്ഞു പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ പുല്ല്, അണ്ണാന്, പിന്നെ പൂച്ച, കഴുകൻ പറഞ്ഞു. അതുപോലെ തന്നെ നോക്കിയേ പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ എന്ന് നമുക്ക് പറയാം അല്ലേ. പിന്നെ നോക്കി പുല്ല്, അണ്ണാന്, പാമ്പ് അല്ലേ. പുല്ല്, അണ്ണാൻ, പാമ്പ്. അണ്ണാനെ പൂച്ചയെ ആക്കുന്നുണ്ട്, ഭക്ഷണം ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ണാനെ ആരാണ്, കുറുക്കനും ഭക്ഷണം ആക്കുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ കുറേ ആഹാരബന്ധങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒറ്റ ശ്രേണി ഇത് നമുക്ക് നേരത്തെ കണ്ട പുല്ല്, പുൽച്ചാടി ഈ ഒരു ശ്രേണിയിലെ ഈ ഒരു ശ്രേണിയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ. ആഹാര ശൃംഖല ജലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. അപ്പോൾ എന്താണ് ആഹാര ശൃംഖല എന്ന് വെച്ചാൽ ആഹാര ശൃംഖല ജലത്തിലെ ഒറ്റ ശ്രേണി, ഒരു ശ്രേണിയിലുള്ള ആഹാരബന്ധത്തെയാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കണ്ണി ഏതാണ്, പുല്ലാണ് അല്ലേ. ഒന്നാമത്തെ കണ്ണി പുല്ലാണ്. അവസാന കണ്ണി ഏതാണ്, കഴുകനാണ്. ഒന്നാമത്തെ കണ്ണി പുല്ലും അവസാന കണ്ണി കഴുകനാണ്. ഇനി നമ്മൾ നേരത്തെ കുറച്ച് ആഹാര ശൃംഖല പറഞ്ഞില്ലേ. ഇതിൽ നോക്കുകയാണെങ്കിലോ ഇപ്പം നമുക്ക് പുല്ല്, അണ്ണാന്, പൂച്ച, കഴുകൻ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഇതാണ്, സസ്യമാണ്. അവസാനത്തെ കണ്ണി ഇതാണ്, കഴുകനാണ്. നെക്സ്റ്റ് നോക്കുകയാണ് പുല്ലും പാമ്പ് നമ്മൾ നേരത്തെ കണ്ടു. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ. ഇതിൽ നോക്കുകയാണെങ്കിലും അവസാന കണ്ണി കഴുകനും ആദ്യത്തെ കണ്ണി സസ്യമാണ് അല്ലേ, പുല്ലാണ് വരുന്നത്. അപ്പം പുല്ല് തന്നെയാണ് എല്ലാത്തിലെയും ഒന്നാമത്തെ കണ്ണിയായിട്ട് വരുന്നത്. അവസാന കണ്ണിയായിട്ട് പാമ്പ് വരുന്നുണ്ട് അല്ലേ, പാമ്പ് വരുന്നുണ്ട്. പിന്നെ എന്താണ്, പൂച്ച വരുന്നുണ്ട്, കുറുക്കൻ വരുന്നുണ്ട്, കഴുകൻ വരുന്നുണ്ട്. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്, ഏതിൽ നിന്നാണ്, സസ്യങ്ങളിൽ നിന്നാണ് അല്ലേ. അവയുടെ നിലനിൽപ്പിന് ആഹാരം ആവശ്യമില്ലേ. അല്ല, നമ്മൾ ഇത്ര നേരം വരെ ജീവികളെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നാമത്തെ കണ്ണി സസ്യമാണ്. അപ്പോൾ സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം, എങ്ങനെയാണ് സസ്യങ്ങൾ ആഹാരം കഴിക്കുന്നത്, ഭക്ഷിക്കുന്നത് എങ്ങനെയാണ്, അവയ്ക്ക് എവിടെ നിന്നാണ് ഈ ആഹാരം ലഭിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അതിന് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ ചിത്രീകരണം നിരീക്ഷിക്കൂ. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം നോക്കി. ഇവിടെ നമുക്ക് പിക്ചറിൽ ഏതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, സൂര്യപ്രകാശം കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ സൂര്യപ്രകാശം ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ നോക്കി വെള്ളം കിട്ടുന്നില്ലേ, ജലം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ജലം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘടകമാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ. ഇവിടെ നോക്കി കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്, ഒരു പ്രധാനപ്പെട്ട ആഹാര ഘടകമാണ് അല്ലേ. ഇതിൽ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ ഹരിതകം എന്ന് വെച്ചാൽ എന്താണ്, ഈ ഇലകളിലൊക്കെ ഉണ്ടാകുന്നതാണ് അല്ലേ. ഇലകളിലൊക്കെ ഉണ്ടാകുന്നതാണ് ഹരിതകം എന്ന് പറയുന്ന വർണ്ണകം. ഓക്കെ. അപ്പോൾ ഈ ഹരിതകം എന്ന് പറയുന്നതും എന്തിനാവശ്യമാണ്, ഈ ആഹാരം നിർമ്മിക്കുന്നതിന് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് പറയാം, അതുപോലെ തന്നെ ജലം പറയാം അല്ലേ, ജലം പറയാം. പിന്നെ എന്താ പറയാം, സൂര്യപ്രകാശം പറയാം അല്ലേ, സൂര്യപ്രകാശം പറയാം. പിന്നെ എന്താണ്, വെള്ളം അല്ലേ, വെള്ളം നമ്മൾ പറഞ്ഞു. ഹരിതകം അല്ലേ, ഹരിതകം ആവശ്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ജലവും. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ടാണ് സസ്യം ആഹാരം നിർമ്മിക്കുന്നത്. ഇതിനാവശ്യമായ ഊർജ്ജം വരുന്നത് എവിടെ നിന്നാണ്, സൂര്യപ്രകാശത്തിൽ നിന്നാണ് അല്ലേ. സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഊർജ്ജം വരുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയാൻ കാരണം എന്താണ്, അവിടെ എന്താണ്, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇലകളിലെ ഹരിതകം അതായത് ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ സഹായിക്കുന്ന വർണ്ണകം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, ഹരിതകമാണ്. ഹരിതകം എന്ന് വെച്ചാൽ എന്താണ്, ഇലകളിലെ വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും തമ്മിൽ പ്രവർത്തിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, ഓക്സിജൻ ഉണ്ടാകുന്നു അല്ലേ. ഇവിടെ നമുക്ക് ഊർജ്ജമായിട്ട് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഹരിതകം ഒരു വർണ്ണകം ഉപയോഗിക്കുന്നുണ്ട്, ഹരിതകം അല്ലേ. ഇനി ഊർജ്ജം ലഭിക്കാൻ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടു. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏത് ഭാഗം വഴിയാണ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ചെടികളെ കുറിച്ചൊന്ന് പഠിക്കാനായിട്ട് പോവാണ് കേട്ടോ. ചിത്രം നിരീക്ഷിക്കൂ. പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിലെ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്.
നോക്കി നോക്കി ഓരോ ഇലകളുടെയും പ്രത്യേകതകൾ നോക്കി നോക്കി. ചെമ്പരത്തി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, ജസ്റ്റ് ഇങ്ങനെ ആണ്. ഇനി തുളസി ആണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കിയാൽ ഇലകൾ വ്യത്യാസമുണ്ട് അല്ലേ, ഓരോ ഇലകൾക്കും വ്യത്യാസം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏഴിലം പലയാണെങ്കിലും എന്താ വ്യത്യാസം കാണപ്പെടുന്നുണ്ട് അല്ലേ. നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഓരോ രീതിയിലുള്ള ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കും. അപ്പോൾ നോക്കുകയാണെങ്കിൽ മാവിൻ്റെ ഇല പോലെ കാണപ്പെടുന്നത് ഏതൊക്കെ അറിയാം? തെങ്ങ് അല്ലേ. അതായത് മാവിൻ്റെ ഇല എന്ന് വെച്ചാൽ നോക്കി നോക്കിയേ, ജസ്റ്റ് ഇതുപോലെ ആയിരിക്കും. ഒരെണ്ണം ഇവിടെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നീങ്ങിയിട്ടായിരിക്കും ഒരു ഇല ഉണ്ടായിരിക്കുക. അപ്പോൾ അതുപോലെ കാണപ്പെടുന്നത് ഒന്ന് മാവ്, പിന്നെ നമുക്ക് എന്ത് പറയാം, തെങ്ങ് പറയാം. അതുപോലെ തന്നെ സപ്പോട്ടയുടെ ഇല കണ്ടിട്ടുണ്ടോ? സപ്പോട്ട. അതുപോലെ തന്നെ സൂര്യകാന്തി കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്, ചെമ്പരത്തി പോലുള്ളവയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെമ്പരത്തി, മാവ്, തെങ്ങ്, സപ്പോട്ട, സൂര്യകാന്തി ഒക്കെ എന്താണ്, ഒരേപോലെയാണ് അവരുടെ ഇല കാണാനായിട്ട് അല്ലേ. പിന്നെ തുളസി പോലുള്ളവ എന്ന് പറയുമ്പോൾ തുളസിയുടെ പോലെ എങ്ങനെയാണ്? തുളസി എന്ന് വെച്ചാൽ ഒരു തണ്ടിൻ്റെ ഇപ്പുറത്തായിട്ട് അല്ലേ. അപ്പോൾ തുളസി, തെച്ചി, പിന്നെ പുതിന, റോസ്, പേര എന്നിവയൊക്കെ സെയിം ഇതുപോലെ തന്നെയാണ്. നെക്സ്റ്റ് ഏഴിലം പാല പോലുള്ളവ ഏതൊക്കെയാണ്? അരളി എന്ന് പറയുന്നുണ്ട്. അതായത് അടുപ്പിച്ചാണ് 4 ഇലകൾ വന്നിരിക്കുന്നത് അല്ലേ, അതുപോലെ വരുന്നത്. പിന്നെ എരുക്ക്, അതുപോലെ ശതാവരി, പിന്നെ കോളാമ്പിപ്പൂവ്. ഓക്കെ, അപ്പോൾ കോളാമ്പിപ്പൂവൊക്കെ എന്താണ്, ഇതുപോലെയുള്ളതാണ്. അപ്പോൾ സസ്യങ്ങളിലെ ഇലകളുടെ ക്രമീകരണം നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് ഇലപ്പച്ചയ്ക്ക് പിന്നിൽ. ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണ്, എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ സസ്യത്തിൻ്റെ നിറം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചീരയാണെങ്കിൽ നമുക്കറിയാം ഏതാണ്. ചീരയാണെന്നുണ്ടെങ്കിൽ ചുവപ്പ് നിറം ഉള്ളതുണ്ട്, പച്ച നിറം ഉള്ളതുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ചുവപ്പ് തന്നിട്ടുണ്ട്. ഇനി ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം, അതായത് ബ്ലോട്ടിംഗ് പേപ്പർ ഉണ്ടല്ലോ, അതിൽ ഉരച്ച് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുവപ്പാണെന്നുണ്ടെങ്കിൽ കാണപ്പെടുന്നത് ഏതായിരിക്കും? പച്ച കളറായിരിക്കും ഉരയ്ക്കുകയാണെങ്കിൽ. നെക്സ്റ്റ് ചുവന്ന ക്യാബേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലയുടെ നിറം ചുവപ്പായിരിക്കും, അതും പച്ച നിറത്തിലായിരിക്കും കാണപ്പെടുന്നുണ്ടായിരിക്കാം. പിന്നെ നെക്സ്റ്റ് പർപ്പിൾ കെയിൽ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം പച്ചയാവും കാണപ്പെടുക. അതായത് ഇലകളിൽ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വർണ്ണകം എന്ന് വെച്ചാൽ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നതാണ് വർണ്ണകങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് വർണ്ണകം എന്ന് വെച്ചാൽ എന്താണ്? ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്നതിനെയാണെന്ന് പറയുന്നത് വർണ്ണകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ചുവപ്പ് കളറ് നൽകുന്ന വർണ്ണകം ഏതാണ്? ഏന്തോസയാനിൻ. ഇനി ഓറഞ്ച് കളർ നൽകുന്ന കരോട്ടിൻ, മഞ്ഞയാണെങ്കിലോ സാന്തോഫിൽ. അപ്പോൾ ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൽ. വാതക വിനിമയം സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് ഓക്സിജൻ ആണ് അവസാനം ഉൽപ്പന്നമായിട്ട് കിട്ടിയത് അല്ലേ. ഇതിൽ ഏത് വാതകമാണ് ജീവികൾ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ഓക്സിജനാണ് അല്ലേ. ഓക്സിജനാണ് ജീവികൾ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ് ഉള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? ഭക്ഷണം ഉണ്ടാക്കിയത് അല്ലേ. അപ്പം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ് ഉള്ളത്? അല്ല. ഏതൊക്കെയുണ്ട് നോക്കി നൈട്രജനാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജനൊക്കെ എന്താണ്? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് അല്ലേ. ഊർജ്ജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾക്കും ഊർജ്ജം ആവശ്യമില്ലേ? ഊർജ്ജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ലേ? അല്ലേ, ഊർജ്ജം ലഭിക്കുന്നതിനായിട്ട് ശ്വസനം നടക്കണം അല്ലേ. ഊർജ്ജം ലഭിക്കുന്നതിനായിട്ട് എന്ത് വേണം? സസ്യങ്ങളിലും ശ്വസനം നടക്കണം. അപ്പോൾ സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. സസ്യങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്? ശ്വസനത്തിനായിട്ട് ഓക്സിജൻ തന്നെയാണ്. ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നു. ശ്വസനഫലമായിട്ട് എന്താണ് ഉണ്ടാകുക? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും അല്ലേ. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ജീവികളാണെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്
പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഈ ശ്വസന പ്രക്രിയ നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഫലമായിട്ട് നമ്മൾ പറഞ്ഞു ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നുണ്ടെന്നാണല്ലോ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആര് സ്വീകരിക്കുകയാണ്? നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അപ്പോൾ ജീവികൾ പുറത്തുവിടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിനായിട്ട് പകൽ ഉപയോഗപ്പെടുത്തുന്നത്. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ജീവികൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഈ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇലകളിലൂടെയാണ് ഈ വായു എങ്ങനെയാണ് എത്തുന്നത് സസ്യത്തിനകത്തേക്ക്? ഇലകളിലൂടെയാണ്. അപ്പോൾ ഇലകളിൽ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കും ഇതിനെ സഹായിക്കുന്നത്. ഏതാണ്? സ്റ്റൊമാറ്റ. ഓക്കെ, ഈ മൈക്രോസ്കോപ്പ് അറിയോ? മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അതായത് നമുക്ക് നമുക്ക് കാണാനായിട്ടൊന്നും പറ്റാത്ത സംഭവങ്ങൾ നമ്മൾ ഈ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇലകളിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ് സ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ? നമ്മൾ പറഞ്ഞു ഈ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഈ സസ്യങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇലകളിൽ എന്തെങ്കിലും എന്നുണ്ടായിരിക്കുന്നതാണ് സ്റ്റൊമാറ്റോ. അപ്പോൾ എന്താണ് സ്റ്റൊമാറ്റോ? ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ, അപ്പോൾ ചെറിയ ചെറിയ സുഷിരങ്ങളെയാണ് എന്ന് പറയുന്നത് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായുണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ വാതക വിനിമയം നടക്കുന്നത് ഇതിലാണെന്ന് പറയാം, സ്റ്റൊമാറ്റയാണെന്ന് പറയാം അല്ലേ. വാതക വിനിമയം എന്ന് വെച്ചാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അത് ഈ ഒരു സുഷിരങ്ങളിലൂടെയാണ്. ഇനി ചിത്രീകരണം ശ്രദ്ധിക്കൂ. പകലും രാത്രിയും സസ്യങ്ങളിലുള്ള ശ്വസനം തന്നിട്ടുണ്ട്. ഓക്കെ, ശ്വസനം, പ്രകാശ സംശ്ലേഷണം. പകൽ സമയത്ത് നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് എന്ത് സംഭവിക്കും? ഓക്സിജൻ പുറത്ത് വിടുന്നു എന്ന് പറഞ്ഞു അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്ത് വിടുന്നു എന്ന് പറഞ്ഞു. ഇനി രാത്രി സമയത്ത് എന്ത് സംഭവിക്കുക? രാത്രി സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്ത് വിടുന്നത്. രാത്രി സമയത്ത് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്ത് വിടുന്നത്. അപ്പോൾ പകൽ സമയത്തുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്ത് വിടാണ് ചെയ്യുന്നത് സസ്യങ്ങൾ. എന്നാൽ രാത്രിയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് വിടാണ് ചെയ്യുന്നത് ഓക്സിജൻ സ്വീകരിച്ചിട്ട്. ഇനി സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്ത് വിടുന്നതെന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞു. അല്ല, രാത്രിയിലാണെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും പുറത്ത് വിടുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി ആതിഥേയനും അതിഥികളും, അതായത് ഓരോരുത്തരും വസിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അതാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ഇവിടെ നോക്കിക്കേ, മാവ് പറയുന്നുണ്ട് എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നതെന്ന് മാവ് പറയുന്നു. എന്നാൽ ഇത്തിൽക്കണി എന്താ പറയുന്നത്? ഞാൻ ഇത്തിൽക്കണിയാണ്, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതായത് ഇത്തിൽക്കണി എന്ന് വെച്ചാൽ ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ഈ ജലം അതുപോലെ തന്നെ ലവണമൊക്കെ എവിടെ നിന്ന് ലഭിക്കുന്നത്? ഈ മാവിൽ നിന്ന് അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി മരവാഴ എന്താ പറയുന്നത്? എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. മരവാഴ പറയുന്നത് വെച്ചാൽ ഞാൻ ആഹാരമൊക്കെ നിർമ്മിക്കുന്നുണ്ട്, എനിക്ക് വേണ്ട ആഹാരം, പക്ഷേ എനിക്ക് ഇരിക്കാനായിട്ട് എന്ത് വേണം? ഒരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. ഇനി മൂടില്ലാത്ത ആൾ എന്താ പറയുന്നത്? ഞാൻ ആഹാരം നിർമ്മിക്കുന്നേ ഇല്ല, എനിക്ക് വേണ്ട പോഷകഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതായത് മൂടില്ലാത്ത ആളെയൊക്കെ ഒരു ചെടിയിൽ പടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാവുമ്പോൾ പടർന്ന് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മാവ് ഉണ്ടാക്കുന്ന ആഹാരം ലവണങ്ങളും ഒക്കെ ആരെടുക്കുകയാണ്? ഈ മൂടില്ലാത്ത ആൾ എടുക്കുകയാണ്. അപ്പോൾ മാവിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അപ്പോൾ മാവ് നശിച്ചു പോകില്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ മൂടില്ലാത്ത ആൾ പൂർണ്ണമായിട്ടും അവിടെ നിന്നുള്ള ആഹാരം ഫുള്ള് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ ഇത്തിൽക്കണിയാണെങ്കിൽ കുറച്ച് എടുക്കുന്നുള്ളൂ. അതായത് ആഹാരമൊന്നും എടുക്കുന്നില്ല, ആൾ സ്വയം തന്നെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് വേണ്ട ഘടകങ്ങളൊക്കെ എവിടെ നിന്ന് എടുക്കുന്നുണ്ട്? ഏത് മരത്തിലാണുള്ളത് ആ മരത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. മരവാഴ ആണെങ്കിൽ പറഞ്ഞു ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഇരിക്കാനായിട്ടൊരു സ്ഥലം വേണം, താമസിക്കാനായിട്ടൊരു സ്ഥലം വേണം എന്ന് പറഞ്ഞു. മാവാണെങ്കിൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുകയാണ്, അതുപോലെ തന്നെ അല്ലാതെ സ്വന്തമായിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, ജലവും ലവണങ്ങളൊക്കെ. അപ്പോൾ ഓരോരുത്തരെയും ആഹാരം നിർമ്മിക്കുന്നത് വ്യത്യസ്തമാണെന്ന് മനസ്സിലായി. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. അപ്പോൾ സൂര്യപ്രകാശമാണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാണ് ലഭിക്കുന്നത്. എന്നാൽ ജലം ലഭിക്കുന്നതോ മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മരവാഴിക്കും ഇത്തിളിക്കണ്ണിക്കോ എന്ന് പറഞ്ഞു മാവ് ജലം സ്വയം വലിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ മരവാഴിയും ഇത്തിളിക്കണ്ണിയൊക്കെ അതിൽ നിന്ന് അല്ലേ, ആ മരത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി.
ഇപ്പം മരവാഴയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവയ്ക്ക് എന്താണ് ഈ ഈർപ്പം ശേഖരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ 2 തരം വേരുകൾ കാണുന്നില്ലേ, എന്താണ് ഈ വേരുകളുടെ ധർമ്മം? നോക്കിയൊക്കെ ഇവിടെ നമുക്ക് മരവാഴ നോക്കുകയാണ്. മരവാഴയിൽ എന്താണ് വേരുകൾ കാണപ്പെടുന്നുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള വേരുകൾ കാണാൻ പറ്റും. വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത്? വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഈ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത് നോക്കാം. ചെറിയ വേരുകൾ എന്ത് ചെയ്യും? മരവാഴ നോക്കുകയാണ്, മരവാഴ മാത്രം നോക്കുകയാണെങ്കിൽ ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റി പിടിച്ച് വളരാൻ സഹായിക്കുന്നു. അതായത് ഇവിടെ ചെറിയ വേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഏതാണ് മാവാണെങ്കിൽ അതും ഇങ്ങനെ ചുറ്റി പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഈ മരവാഴയിൽ ഈ ചെറിയ വേര് എന്ന് പറയുന്നത്. കട്ടി കൂടിയ വേരുകളാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 തരം വേരുകൾ ആർക്കുണ്ട്? മരവാഴയ്ക്കുണ്ട്. ഒന്നാമത്തെ വേര് എന്ന് പറയുന്നത് ഈ മരത്തിന് ചുറ്റി പിടിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ വെള്ളവേര് എന്ന് വെച്ചാൽ എന്തിനാണ്? ഈർപ്പം വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് മരവാഴ സസ്യങ്ങളെ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞു. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം, അതായത് അവർക്ക് താമസിക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും എവിടെ ഇരിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനെന്ന് പറയാം എപ്പിഫൈറ്റുകൾ എന്ന് പറയാം. അതായത് വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഇവർ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ആഹാരമൊക്കെ സ്വയം നിർമ്മിക്കുന്നുണ്ട്. 2 തരം വേരുകളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഓർക്കിഡ്. നമ്മുടെ വീടുകളിലൊക്കെ പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കളല്ലേ, പല നിറത്തിൽ പൂക്കൾ കാണപ്പെടുന്നില്ലേ ഓർക്കിഡുകൾ. അതൊക്കെ എന്താണ്? എപ്പിഫൈറ്റ് ആണ്. അതായത് അവ ഏതെങ്കിലും ഒരു മരത്തും വെച്ച് ചുറ്റി പിടിച്ച് കയറും. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഈർപ്പൊക്കെ ഈ വെള്ളവേരിൽ നിന്ന് വലിച്ചെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ എന്താണ്? അവർക്ക് താമസിക്കാനായിട്ടൊരു സ്ഥലം വേണം അല്ലേ. അപ്പോൾ വേറൊരു ചെടിക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. കാരണം അവർ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് മാത്രം മതി. അപ്പോൾ ചെറിയ വേരുകൾ മരത്തിൽ പറ്റി പിടിച്ച് വളരാനാണ് എപ്പിഫൈറ്റുകളെ സഹായിക്കുന്നത്. കട്ടി കൂടിയ വേരുകളാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്നു. ഇനി ഇത്തിൽക്കണ്ണിയുടെ വേരുകളുടെ ചിത്രം ശ്രദ്ധിക്കും. ഇത്തിൽക്കണ്ണിയുടെ വേര് നോക്കി ഈ വേര് അങ്ങോട്ട് ആഴ്ന്നിറങ്ങിയിട്ട് ഒരു മരത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. മരവാഴയാണെങ്കിൽ ചുറ്റി പിടിച്ച് കയറി ചെയ്തിട്ടുള്ളൂ. ഇത്തിൽക്കണ്ണിയാണെങ്കിൽ നോക്കി വേര് ഇതിലേക്ക് ഇറങ്ങിയത് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം? എന്തായിരിക്കും ഗുണം ഉണ്ടായിരിക്കുക? കാരണം അവിടെ നിന്ന് നമ്മൾ പറഞ്ഞു ഇത്തിൽക്കണ്ണിയാണെന്നുണ്ടെങ്കിൽ ജലം ലവണം സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ ജലം ലവണം വലിച്ചെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ അർദ്ധപരാദങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പകുതി കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ആഹാരം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ ജലവും ലവണം ആവശ്യമാണ്. പക്ഷേ ഈ ജലം ലവണവും ഈ നമ്മൾ പറഞ്ഞ എപ്പിഫൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ മരവാഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ജലം ലവണമൊക്കെ സ്വയം ആണ് ആക്കുന്നത് അല്ലേ. മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ എക്സാമ്പിളാണ്. പക്ഷേ ഇത്തിൽക്കണ്ണി എന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഹാരം ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ആഹാരം നിർമ്മിക്കാനുള്ള ആവശ്യമുള്ള ജലം ലവണങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറൊരു മരത്തിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണം വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു. അതായത് സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ പകുതി ജലം ലവണമൊക്കെ അവിടെ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പകുതി കാര്യങ്ങളാണ് അല്ലേ. അതാണ് അർദ്ധമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ജലം ലവണം വേറെ സസ്യത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് എന്ത് സംഭവിക്കുന്നു? സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാൽ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നത്. അർദ്ധപരാദങ്ങൾക്ക് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത്തിൽക്കണ്ണിയാണെന്ന് പറയാം അല്ലേ. ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്ത താളി നിരീക്ഷിക്കും. എന്താണ് അതിൻ്റെ നിറം? ഇലകൾ കാണുന്നുണ്ടോ? മൂടില്ലാത്ത താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ? അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? നോക്കിയൊക്കെ മൂടില്ലാത്ത താളി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. ഈ വേരുകൾ നമുക്ക് നോക്കിക്കേ എങ്ങനെയാണ് പോയിരിക്കുന്നത് നോക്കിയൊക്കെ. പൂർണ്ണമായിട്ടും ഒരു വേരിൻ്റെ ഉള്ളിൽ വേറൊരു മരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. അപ്പോൾ ഇവയ്ക്കുള്ള വേരുകൾ എന്ന് വെച്ചാൽ എല്ലാ പോഷകങ്ങളും വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് ഈ മൂടില്ലാത്താളി പോലുള്ള ചെടികൾക്ക്. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നു. അതായത് ഈ മൂടില്ലാത്താളി ആണെന്നുണ്ടെങ്കിൽ ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ പറഞ്ഞു ആഹാരം നിർമ്മിക്കുന്നില്ല.
അപ്പോൾ ആഹാരം നിർമ്മിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് ഈ ജലലവണങ്ങളൊന്നും എത്തുന്നില്ല അല്ലേ. അപ്പോൾ എല്ലാം ചെയ്യുന്നത്, അതായത് ഈ മുടിലാതാളി എന്ന് പറയുന്നത് പൂർണ്ണ പരാഗത്തിന് എക്സാമ്പിളാണ്. അതായത് അവ ആദ്യത്തെ ഈ സസ്യത്തിൽ നിന്ന് അവരുണ്ടാക്കിയ ആഹാരം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഏതൊരു സസ്യമാണ്, ഇപ്പോൾ ഒരു മാവാണെന്നുണ്ടെങ്കിൽ ആ മാവ് ആഹാരം നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും. ഈ ആഹാരം ആരെടുക്കുകയാണ് ചെയ്യുന്നത്? മുടിലാതാളി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ആഹാരം കട്ടെടുത്ത് ആരാണ്? പൂർണ്ണപരാഗങ്ങളാണ് അല്ലേ. എന്നാൽ അർദ്ധപരാഗങ്ങൾ വെച്ചതാണ്, അർദ്ധമാണ്, അതായത് അവിടുത്തെ ജലലവണം മാത്രം എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് നോക്കി ചിത്രം നിരീക്ഷിക്കൂ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും അല്ലേ. നോക്കിയേ, പൂച്ച എന്തോ നോക്കിയിരിക്കുന്നുണ്ട്, കുറുക്കൻ എന്തോ നോക്കിയിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ചാപ്റ്ററിൽ നമുക്കതാണ് മനസ്സിലായത് അല്ലേ. എല്ലാ ജീവികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് വിലയിരുത്താം. ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ചുവപ്പ് നിറമുള്ള സസ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ചുവന്ന നിറമുള്ള ഇലകളിൽ ഹരിതകം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉരച്ച് നോക്കിയപ്പോൾ പച്ചതരം തന്നെയാണ് കണ്ടത് അല്ലേ. അപ്പോൾ എന്താണ്? ചുവന്ന നിറമുള്ള ഇലകളാണെന്നുണ്ടെങ്കിലും അതിൽ എന്തുണ്ട്? ഹരിതകമുണ്ട്. ചുവന്ന നിറമുള്ള ഇലകളുള്ള ചെടികൾക്ക് ഹരിതകം ഉള്ളതിനാൽ പ്രകാശ സംശ്ലേഷണമായി സ്വന്തമായിട്ട് ഭക്ഷണം തയ്യാറാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇവിടെ ഒരു ആഹാര ശൃംഖല തന്നിട്ടുണ്ട്. സസ്യം, പുൽച്ചാടി, തവള, സസ്യം, കൊതുക്, തവള, പാമ്പ്, സസ്യം, പാറ്റ, പല്ലി. ഈ ആഹാര ശൃംഖല ജലത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞു എന്ന് വിചാരിക്കും. എന്ത് സംഭവിക്കും? ഈ തവളയുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? തവളയുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ പാമ്പിൻ്റെ എണ്ണം കുറയും. കാരണം എന്താ? പാമ്പിന് ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തവള വേണം അല്ലേ. അപ്പോൾ തവളയുടെ എണ്ണം കുറയുകയാണെങ്കിൽ പാമ്പിൻ്റെ എണ്ണം കുറയും. ഓക്കെ. അതുപോലെ തന്നെ ഈ പുൽച്ചാടി ഉണ്ടല്ലോ, പുൽച്ചാടിയുടെ എണ്ണമൊക്കെ കൂടാണ് ചെയ്യുക അല്ലേ. തവളയില്ല, അതിനെ ഭക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ പുൽച്ചാടിയും കൊതുകും ഒക്കെ എന്താണ്? നന്നായിട്ട് കൂടാണ് ചെയ്യുക അല്ലേ. തവളകളുടെ എണ്ണം കുറഞ്ഞാൽ കൊതുകുകളുടെയും പുൽച്ചാടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. ഇത് ആവാസ വ്യവസ്ഥയ്ക്ക് കാര്യമായ നാശമുണ്ടാക്കും. ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയത്തിലെ ഘട്ടങ്ങൾ പൂർത്തിയാക്കുക. നോക്കി ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നുണ്ട് അല്ലേ. പ്രകാശ സംശ്ലേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ ഓക്സിജൻ ലഭിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ശ്വസനം എന്ന് വെച്ചാൽ എന്താണ്? ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നതിനെയാണ് എന്ന് പറയുന്നത് ശ്വസനം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്ത് വിടുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ ശ്വസനമാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ചാപ്റ്റർ ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.